എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് നഗരസഭ ഈ വികസനവിധിയുടെ കാലത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങളോട് കൊണ്ടുവന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ റോഡും തോടും ബിൽഡിങ്ങുകളൊക്കെയാണ്. അതിനപ്പുറവും കുറേ കാര്യങ്ങൾ കാസർഗോഡ് നഗരസഭ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ടൗൺ പ്ലാന് ഏകദേശം 31 വർഷക്കാലമായി ടൗൺ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടത്തിയിട്ട്, പക്ഷേ അത് ഇതുവരെ ഗവൺമെന്റിന് സമർപ്പിക്കാനോ അല്ലെങ്കിൽ അത് ജിയോ ആയിട്ട് കൊണ്ടുവരാനോ സാധിച്ചിരുന്നില്ല. അത് ഈ ഭരണസമിതി തിരുവനന്തപുരത്ത് കൊണ്ടുപോയി അതിൻ്റെ ഡയറക്ടർക്ക് അത് സമർപ്പിച്ച് ഗവൺമെന്റ് ഓർഡറാക്കിയിട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 31 വർഷത്തിന് ശേഷമാണത് നമുക്ക് സാധിച്ചത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ആശ്രയ വീടുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടോ ചുവപ്പ് നാടകയിൽ കുടുങ്ങിക്കിടന്ന 14 ആശ്രയ കുടുംബങ്ങൾ, അവർക്ക് ആ വീടുകൾ പുനർനിർമ്മിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള വീടുകൾ ഉണ്ടാക്കി അത് കൈമാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ 3 സ്ഥലങ്ങളിൽ നമുക്ക് ആശുപത്രികളെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. 1 തളങ്കരയിൽ, 2 അണങ്കൂർ, 3 നെല്ലിക്കുന്ന് ഭാഗത്ത്. അങ്ങനെ 3 ആശുപത്രികൾ കൊണ്ടുവന്നതിന് ചെറിയൊരു കാര്യമല്ല. 3 ആശുപത്രികൾ കൊണ്ടുവരും. ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അത് വലിയൊരു ഗുണമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ കൊണ്ടുവന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ MG റോഡിലെ സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. കുറേ കാലങ്ങളായിട്ട് നമുക്ക് MG റോഡിൽ നല്ല വെളിച്ചമില്ലാത്ത ഒരു സംവിധാനത്തിന് നമ്മൾ അതിനൊരു ടൈറ്റിൽ കൊടുത്തുകൊണ്ട് പാങ്ങുള്ള ബജാർ, ചേലുള്ള ബജാർ എന്ന നിലയിൽ അത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. കാസർഗോഡ് നഗരസഭക്ക് 1 രൂപ പോലും ചെലവില്ലാത്ത രീതിയിലാണ് അത് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മെയിൻ്റനൻസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. അതിൻ്റെ കറണ്ട് ചാർജ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തുണ്ട്, ഒരു ഇതിനും നമ്മൾ പണം നമുക്ക് കൊടുക്കേണ്ടതായിട്ടില്ല. പ്ലസ് കാസർഗോഡ് നഗരസഭയ്ക്ക് ഇങ്ങോട്ട് തരുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ആദ്യ പരീക്ഷണം എന്ന നിലയിൽ നമ്മൾ കൊടുത്തത്. നമുക്കറിയാം, നമ്മുടെ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ 2020-25 കാലഘട്ടത്തിൽ നമുക്ക് നല്ല രീതിയിലൂടെ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 172 വീടുകൾ പൂർത്തീകരിച്ച് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കരാറിൽ ഏർപ്പെട്ട ആളുകൾ 216 പേരുണ്ട്. ഇപ്പോൾ കരാറിൽ ഏർപ്പെട്ട ആളുകൾ, അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ 172 പേർക്ക് പൂർണ്ണമായിട്ട് നമുക്ക് അത് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാന സ്റ്റേജുകളിലുള്ള കുറച്ച് വീടുകളുണ്ട്, 21. അതുപോലെ തന്നെ തറക്കല്ലിട്ട വീടുകളുണ്ട്, 23. അങ്ങനെ അതിനു വേണ്ടി 4,14,40,000 രൂപ നമുക്ക് ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ലോക ബാങ്കിൻ്റെ ധനസഹായം ലഭിക്കണമെങ്കിൽ തനത് വരുമാനം നമുക്ക് വർദ്ധിപ്പിക്കണം. അങ്ങനെ തനത് വരുമാനം വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ ലോക ബാങ്കിൻ്റെ സഹായം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാസർഗോഡ് മുനിസിപ്പൽ ഓഫീസിൻ്റെ മുമ്പിൽ ഒരു ഹാളും 5 കടമുറികളും കിട്ടുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ഏകദേശം 75 ലക്ഷം രൂപയോളം ചെലവഴിക്കുന്നതിൻ്റെ പദ്ധതികൾ ഉണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൻ്റെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തരുന്ന വരുമാനം നമുക്ക് വർദ്ധിപ്പിക്കുമ്പോഴാണ് നമുക്ക് ലോക ബാങ്കിൻ്റെ സഹായം കിട്ടുന്നത്. നമുക്കിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ലോക ബാങ്കിൻ്റെ സഹായം കിട്ടാത്തൊരവസ്ഥയാണ്. കാസർഗോഡ് നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ ഒരു തിലകക്കുറി ചാർത്തി നിർമ്മിച്ച വമ്പൻ പ്രവേശന കവാടം, അത് എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക, ആളുകളൊക്കെ വരുമ്പോൾ ഇത് പറയും, നല്ലൊരു ഇതാണ് എന്നുള്ള രീതിയിൽ ജനങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേളുകുഡ ഒരു കാലത്ത് നമ്മൾ വേസ്റ്റുകൾ കൊണ്ട് നിറച്ചൊരു സ്ഥലമായിരുന്നു. അത് പിന്നീട് വേസ്റ്റുകൾ കൊണ്ട് ഇടാതെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഇട്ട വേസ്റ്റുകൾ അവിടെ നിന്ന് എടുത്തു മാറ്റാൻ വേണ്ടി വലിയൊരു പദ്ധതി ഗവൺമെൻറ് തലത്തിൽ നിന്ന് തന്നെ കാസർഗോഡ് നഗരസഭയ്ക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 3,53,00,000 രൂപയുടെ ഒരു പദ്ധതി അവിടെ ആവിഷ്കരിക്കുകയും
അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനവും നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന വർക്കുകളിൽ പെട്ടതാണ്. തളങ്കട പടിഞ്ഞാറ് പഴയ ഹാർബർ, അവിടുത്തെ സ്ഥലങ്ങളൊക്കെ എത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് നഗരസഭ ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 60 കോടി രൂപയോളാണ് അതിൻ്റെ ചിലവ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റുകളെല്ലാം തയ്യാറാക്കി ഗവൺമെൻറ്റിൽ സമർപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പണം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതെല്ലാം ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തനത് ഫണ്ടിൽ നിന്ന് നമുക്ക് ചെയ്യാനുള്ള കരുത്ത് നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് ഇല്ല, അത്ര വരുമാനമില്ല എന്നതുകൊണ്ട് തന്നെ കാസർഗോഡ് നഗരസഭ പരിധിയിലുള്ള നമ്മുടെ ഗവൺമെൻറ് ആയുർവേദിക് ആശുപത്രി, നഗരസഭയുടെ കീഴിലുള്ള ആശുപത്രി, ആ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരുപാട് സംവിധാനങ്ങൾ വെച്ചു. ഇപ്പോൾ രോഗികൾക്ക് മുകളിലെ തട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കോണി കയറി വേണം എത്തണമെങ്കിൽ. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലക്ക് അവിടെ ലിഫ്റ്റ് സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ കെട്ടിടങ്ങൾ വരുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ചുറ്റുമതിലില്ലാതെ ഇങ്ങനെ കിടന്നിരുന്ന ഒരു ആശുപത്രിയായിരുന്നു. അതിന് ചുറ്റുമതിലൊക്കെ കെട്ടി നമുക്ക് ഭദ്രമാക്കി കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു. വിദ്യാഭ്യാസ മേഖല നമുക്ക് അനിവാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാസർഗോഡ് നഗരസഭ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുനിസിപ്പൽ പരിധിയിലുള്ള എല്ലാ സ്കൂളുകൾക്കും അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ കെട്ടിടങ്ങളും ഗ്രൗണ്ടുകളും, അതുപോലെ തന്നെ ബെഞ്ച്, ഡെസ്കുകൾ, അതുപോലെ തന്നെ ലാപ്ടോപ്പുകൾ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കൂളുകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ കാസർഗോഡ് നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബഹുമാനായ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഫണ്ട് കാസർഗോഡ് നഗരസഭയ്ക്ക് അനുവദിച്ചിരുന്നു. പട്ടികജാതി ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ കായിക ഉന്നമനത്തിന് വേണ്ടി ഒരു ഷട്ടിൽ വോളിബോൾ കോർട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഫണ്ട് നൽകുകയും അത് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 45 ലക്ഷം രൂപയുള്ള ചെലവിൽ നിർമ്മിച്ചിട്ട് നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യനായ MP ശ്രീ ഉണ്ണിത്താൻ അവർ തന്നെ നിർവഹിച്ചതാണ് 3 മാസങ്ങൾക്ക് മുമ്പ്. നമുക്ക് അറിയാം, ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ലഹരിയുമായി ബന്ധപ്പെട്ടാണ്. അത് വിദ്യാർത്ഥികളുടെ ഇടയിൽ കൂടിയാണ് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുന്നത്. കാരണം അവരെയാണല്ലോ ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് അവരുടെ മനസ്സിൽ നന്മയിട്ടാലും അത് കൊള്ളും, തിന്മയിട്ടാലും കൊള്ളും. അവരുടെ മനസ്സങ്ങനെയാണ്, കൊച്ചുകുട്ടികളുടെ നിഷ്കളങ്കമായ മനസ്സുകളിലേക്ക്. അപ്പോൾ അവരെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി നമ്മുടെ പോലീസ് സേനയുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിരുന്നു. ഇതൾ എന്ന് പറയുന്ന പ്രൊജക്റ്റ്. അത് സംസ്ഥാന തലത്ത് തന്നെ ആദ്യമായിട്ടാണ് അത് ഉണ്ടാക്കിയത്. അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് കാസർഗോഡ് നഗരസഭ അനുവദിക്കുകയും ആ പ്രൊജക്റ്റ് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യനായ MLA ശ്രീ NA നെല്ലിക്കുന്ന് സർ അവർകളാണ് നിർവഹിച്ചത്. അത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണിത്. കാരണം നമ്മുടെ ഈ കുട്ടികൾക്കുള്ള അവയർനെസ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത് ഈ 10ാം ക്ലാസ്സും അതുപോലെ തന്നെ അതിന് മീതെയുള്ള കുട്ടികൾക്കാണ്. താഴെയുള്ള LP UP കുട്ടികൾക്ക് അത് കിട്ടാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ താഴെ തട്ടുന്ന തന്നെ, അതായത് ചെറിയ കുട്ടികളിൽ തന്നെ അവർക്ക് ഈ ലഹരി വിപത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല കുട്ടികളാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയൊരു ആശയമാണ് നമ്മുടെ മുമ്പിൽ വന്നത്, കാസർഗോഡ് നഗരസഭയുടെ മുമ്പിൽ വന്നത്. അതുകൊണ്ട് തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് അത് കൃത്യമായിട്ട് ചെയ്യാനുള്ള സംവിധാനം, അതിനു വേണ്ടിയുള്ള ഫണ്ട് നമുക്ക് വെക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, നമ്മുടെ തെരുവോര കച്ചവടം, പാവപ്പെട്ട ആളുകൾ ചെയ്യുന്ന ഒരു കച്ചവടം. അപ്പോൾ അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അവർക്ക് നമ്മുടെ MG റോഡിലുള്ള കുറച്ച് ആളുകൾ, എല്ലാവരും നമുക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ 32 പേരെ, 28ഉം 5ഉം 33 പേരെ അവിടെ നിന്ന് മാറ്റി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് നമുക്ക് മാറ്റി അവർക്ക് കച്ചവടത്തിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു പ്രശ്നവും പ്രയാസവും ഇല്ലാത്ത രീതിയിൽ തന്നെ
വലിയ തർക്കങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നമാണ്. ഈ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണം. ശാശ്വത പരിഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തണം. അതിൻ്റെ ഭാഗമായി അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫണ്ട് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് നഗരസഭയിലെ 39 വാർഡുകളിൽ, നേരത്തെ 38 ഇപ്പോൾ 1 കൂടി, 39 വാർഡുകളിലും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവാത്ത രീതിയിൽ കുടിവെള്ളം എത്തിക്കണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 30-35 വർഷക്കാലം മുമ്പ് ഉണ്ടായിരുന്ന പൈപ്പ് ലൈനുകൾ മാറ്റുകയും അതിൻ്റെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർത്തീകരിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പൈപ്പ് ലൈൻ ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് പൈപ്പ് ലൈൻ ഇടുമ്പോൾ റോഡിലെ കൂടിയാണ് പൈപ്പ് ലൈൻ ഇടുന്നത്. ഈ പൈപ്പ് ലൈൻ ഇടുമ്പോൾ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് പൈപ്പ് ലൈനുകൾ ഇട്ടില്ല എങ്കിൽ കുടിവെള്ളം നമുക്ക് ലഭിച്ചില്ല. അപ്പം അതുകൊണ്ട് തന്നെ കുടിവെള്ളം നമുക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ റോഡുകൾ പൊട്ടിപ്പൊളിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പൈപ്പ് ലൈൻ ഇട്ടത്. പക്ഷെ അത് മുഴുവനായി കഴിഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ പണിയും കൂടി നടത്തിയാൽ നമുക്ക് കൃത്യമായിട്ടുള്ള കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നമുക്കിവിടെ റോഡ് ഗതാഗത കാര്യത്തിലും നമുക്ക് നല്ല നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 33 വർഷത്തിന് ശേഷമാണ് കാസർഗോഡ് നഗരസഭയുടെ വിശദ നഗരസഭ പദ്ധതി പരിഷ്കരിക്കുന്നത്. 2024 ഫെബ്രുവരി 8 ഇത് പരിഷ്കരിച്ചുകൊണ്ട് അതടങ്ങിയ രേഖകൾ നമ്മുടെ പ്ലാൻ ചീഫ് ടൗൺ പ്ലാനർ പ്രമോദ് കുമാർ CPക്ക് തിരുവനന്തപുരത്ത് വെച്ച് കൈമാറിയത്. ഇത് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ കാര്യമാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഇപ്പോൾ പഴയ കാലങ്ങളിലെ പോലെയല്ല. നമ്മുടെ വീടുകളിലടുത്ത് നമുക്ക് കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ പണിയാൻ അതിൽ ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ രേഖകളിൽ കൂടി നമുക്കത് പരിഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ടൗണ് വികസിക്കുക. അപ്പം അങ്ങനെയുള്ള സംവിധാനത്തിന് വേണ്ടി നമുക്ക് നഗരസഭ ഇക്കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പദ്ധതി ചെലവാക്കുന്ന കാര്യത്തിൽ ഇനിയിപ്പോൾ ഈ വരുന്ന സാമ്പത്തിക വർഷം നമുക്ക് കൃത്യമായിട്ടുള്ള എല്ലാ വർക്കുകളും നടത്തിക്കൊണ്ടുപോയപ്പോൾ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ അതിൻ്റെ ബില്ലുകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അത് കൊടുക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ട് അറിയുന്ന ഉദ്യോഗസ്ഥന്മാർ വേണം. നമുക്ക് അതിനുള്ള ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾക്ക് അറിയാം. കാസർഗോഡ് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കറിയാം. ഈ സ്മാർട്ട് എന്ന സംവിധാനം അത് ഉപയോഗിക്കാൻ എല്ലാ ആളുകൾക്കും എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അതിന് കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ട്. ഇത് ബില്ല് എഴുതുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ മറ്റേ പെർമിഷൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുമാത്രമല്ല, നമുക്ക് സെക്രട്ടറി ഇപ്പോൾ നിലവിൽ സെക്രട്ടറി ഇല്ല. ഈ കഴിഞ്ഞ 2 സെക്രട്ടറിമാർ നഗരസഭയുമായി ബന്ധപ്പെട്ട് അറിവുള്ള ആളുകളായിരുന്നില്ല ഇവിടെ വന്ന്, വേറെ ഏതോ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആ പരിമിതികൾ ഉണ്ടായിട്ട് പോലും കുറേ കാര്യങ്ങൾ കാസർഗോഡ് നഗരസഭയ്ക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പിന്നെ രോഗികളുടെ എണ്ണങ്ങൾ കൂടിക്കൊണ്ട് വരികയാണ്. കിടപ്പിലായ രോഗികൾ ഒരുപാടുണ്ട്. കാസർഗോഡ് നഗരസഭ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തികൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ പാലിറ്റീവുമായി ബന്ധപ്പെട്ട് 2161 പേരെ വീടുകളിൽ ചെന്നു പരിചരിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ 813 പേരെ പരിചരിച്ച് വരികയാണ്. ഇതിൽ ഇതൊക്കെ രോഗമുള്ള ആളുകളൊക്കെ, ക്യാൻസർ ബാധിച്ച ആളുകളുണ്ട്, അതുപോലെ തന്നെ കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട് ആളുകളുണ്ട്, ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ നിരവധി മുറിവുകളും മരണങ്ങളുമായി കിടക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ആശ്വാസം പകരുന്നതിന് വേണ്ടി കാസർഗോഡ് നഗരസഭയുടെ പാലിയേറ്റീവ് ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് വേസ്റ്റിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമായിരുന്നല്ലോ. നമ്മുടെ കാസർഗോഡ് നഗരസഭ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ഏത് രീതിയിലായിരുന്നു എന്നുള്ളതൊക്കെ കാസർഗോട്ടെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നമ്മുടെ ടൗണിലൊക്കെ മിക്കയിടങ്ങളിലും വേസ്റ്റുകൾ കിട്ടുകൊണ്ട് വേസ്റ്റുകളുടെ കൂമ്പാരങ്ങളായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത്.
അതിൽ നിന്നൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. കാസർഗോഡ് ടൗണിൽ മുഴുവൻ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ വലിയ വേസ്റ്റുകളുടെ കൂമ്പാരങ്ങളൊന്നും കാണാൻ സാധിക്കുകയില്ല. പക്ഷെ 100% നമ്മൾ വിജയിച്ചു എന്ന് നമുക്കതിൽ പറയാൻ പറ്റില്ല. ഇപ്പോഴും നമുക്ക് ചില ആളുകൾ ചില സ്ഥലങ്ങളിൽ വലിച്ചെറിയുന്ന ആളുകളുണ്ട്. പക്ഷെ അത് നമ്മുടെ നഗരസഭ പ്രദേശത്തിന് താമസിക്കുന്ന ആളുകൾ തന്നെയാണ് അത് വലിച്ചെറിയുന്നത് എന്നതാണ് ഖേദകരം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിക്കുന്നതിനും അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അതും കൂടി നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ കാസർഗോഡ് നഗരസഭയിൽ നമുക്കറിയാം, ഇപ്പോൾ വീടുകളിലായാലും കടകളിലായാലും നമുക്ക് ഹരിതകർമ്മസേനകൾ വന്നിട്ട് എല്ലാ വേസ്റ്റുകളും എടുത്തു കൊണ്ടുവന്നൊരു സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ വീടുകളിൽ നിന്ന് വേസ്റ്റുകൾ വലിച്ചെറിയേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല, കടകളിലെ വേസ്റ്റുകൾ വലിച്ചെറിയേണ്ട ആവശ്യം വരുന്നില്ല. അത് കൃത്യമായിട്ട് കൊണ്ടുപോയി നമ്മുടെ വിദ്യാനഗറിലുള്ള നമ്മുടെ കെട്ടിടമുണ്ട്, ആ കെട്ടിടങ്ങളിൽ അത് കൊണ്ടുപോയി അതിനെ വേർതിരിച്ചുകൊണ്ട് അത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കയറ്റി വെക്കുന്ന സംവിധാനം കൂടി കാസർഗോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ RRF എന്ന് പറഞ്ഞൊരു കെട്ടിടം കെട്ടാൻ 97 ലക്ഷം രൂപ ചെലവഴിച്ച് അതിൻ്റെ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കാൻ, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ. അപ്പോൾ അതും കാസർഗോഡ് നഗരസഭയ്ക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ റോഡ് വീതി കൂട്ടിയപ്പോൾ ആ വീതി കൂട്ടുന്നതിനനുസരിച്ച് അവിടെ നമ്മൾക്ക് ഇലക്ട്രിക്കൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റണമെങ്കിൽ അതിനും പണം ചെലവുണ്ട്. ഏകദേശം 7,41,000 രൂപ അതിന് വേണമെന്ന് പറഞ്ഞു. അവിടെയുള്ള ബന്ധപ്പെട്ട കൗൺസിലർ ബഹുമാന്യനായ മുഹമ്മദ് കുഞ്ഞി താലങ്ങാടി ഇത് മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയർമാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ വെക്കുകയും അതും കാസർഗോഡ് കൗൺസിൽ അംഗീകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ DPCയുടെ അംഗീകാരം നേടിക്കൊണ്ട് ആ ഫണ്ട് അതിന് ഉപയോഗപ്പെടുത്തി അതിൻ്റെ പോസ്റ്റുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ റോഡിൻ്റെ പ്രശ്നം വന്നു. ആ പ്രശ്നം നമ്മളെ ട്രാൻസ്ഫോമർ അവിടെ നിന്ന് മാറ്റണം. അതും മാറ്റണമെങ്കിൽ പണം വേണം. വീണ്ടും നഗരസഭ ഇടപെട്ടു, അതിനുള്ള ഫണ്ട് വെച്ചു. അതിനുള്ള ഫണ്ട് വെച്ചുകൊണ്ട് ആ ട്രാൻസ്ഫോമർ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി 4,40,000 രൂപയോളം അതിന് ചെലവഴിക്കേണ്ടതായി വന്നു. അതും കൂടി അവിടെ നിന്ന് മാറ്റിവെച്ചു. ഇനിയിപ്പോൾ ടാറിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു റോഡായി മാറുകയും ഗതാഗത കുരുക്കിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും. അറിയാം, ഗവൺമെൻറ് ആശുപത്രിയിൽ കറണ്ട് ഇല്ലാതപ്പോൾ ജനറേറ്റർ മുമ്പുണ്ടായിരുന്ന ജനറേറ്റർ കേടുവരികയും അതുകൊണ്ട് തന്നെ രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് വലിയൊരു ജനറേറ്റർ അവിടെ സ്ഥാപിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ ടാറ്റയുടെ ആശുപത്രി നമുക്ക് അവിടെ വരികയും അതിൻ്റെ ജനറേറ്റർ അവിടെ ഉപയോഗിക്കാതെ കിടക്കുകയും ചെയ്തപ്പോൾ അത് നമ്മുടെ ജനറൽ ആശുപത്രിക്ക് അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ജനറൽ ആശുപത്രിയിൽ അത് കൊണ്ടുവരണമെങ്കിൽ ഏകദേശം 10 ലക്ഷം രൂപയോളം ചെലവുണ്ട്. അത് ആര് വഹിക്കുമെന്നായപ്പോൾ ഉടനെ തന്നെ കാസർഗോഡ് നഗരസഭ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, അതുമാത്രമല്ല രോഗികളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ തുക കാസർഗോഡ് നഗരസഭ നൽകാമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൗൺസിലിൽ വെച്ച് പാസ്സാക്കിയത് DPCയിൽ അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ ഫണ്ട് അനുവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് നഗരസഭയിലുള്ള നമ്മുടെ ജനറൽ ആശുപത്രിയിൽ അത് സ്ഥാപിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങളിൽ കാസർഗോഡ് നഗരസഭ ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ നന്മകളാകും പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ് അല്ലേ, ഇന്നും ആളുകൾ പലതും പറയുന്നുണ്ട്, കുറേ കാലങ്ങളായല്ലോ എന്ന് പറഞ്ഞു. റോഡ് നിർമ്മിക്കുമ്പോൾ നമുക്ക് ടാറിട്ടിട്ട് വണ്ടി പോകാനുള്ള വഴികൾ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, നമുക്കൊരു വികസനപരമായിട്ട് നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പം അതിനെന്ത് വേണം? നമുക്ക് വികസനപരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. നമ്മുടെ വാഹനങ്ങളിൽ കൃത്യമായിട്ട് പോകണമെങ്കിൽ റോഡിന് വീതി കൂടണം. റോഡിന് വീതി കൂട്ടണാൻ വേണ്ടി നമ്മൾ അതിനുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ വെച്ച് അവിടെയുള്ള കടക്കാളുകളൊക്കെ വെച്ച്
മുനിസിപ്പൽ ചെയർമാൻ എന്നതിലേക്ക് ചെയർമാനും അതുപോലെ തന്നെ MLA ബന്ധപ്പെട്ട ഓഫീസർമാരിലും എല്ലാവരെയും കൂട്ടി അത് റോഡ് വീതി കൂട്ടുന്നതിനുള്ള ആവശ്യങ്ങൾ ഉണ്ടാക്കുകയും അതനുസരിച്ച് അവിടെയുള്ള വ്യാപാരികൾ, അതുപോലെയുള്ള കടകൾ, അതുപോലെ തന്നെ കെട്ടിടങ്ങളൊക്കെ അതിൻ്റെ ഉടമകൾ തയ്യാറാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പണം പോലും അതിന് ചോദിക്കാതെ നിറഞ്ഞ മനസ്സോടെ 1.5 മീറ്റർ ആ ഭാഗത്ത് നിന്ന് എല്ലാ കെട്ടിട ഉടമകളും കാസർഗോഡ് നഗരസഭയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അത് പൊതുജനങ്ങൾക്കായി കൊടുക്കുന്നതിന് നല്ല ഒരു കാര്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വീതി കൂടുകയും ചെയ്തിട്ടുണ്ട്. പ്രശ്നങ്ങളുണ്ട് അതിൽ, അതൊക്കെ നമുക്ക് പിന്നീട് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണുള്ളത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ കാസർഗോഡ് വരേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, വികസനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ വീണ്ടും വേറെ കാര്യങ്ങൾ വരും, അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഏതായാലും കാസർഗോഡ് നഗരസഭ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഒരുപാട് നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് നടത്താൻ വേണ്ടി നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഫണ്ടിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും സ്റ്റാഫിൻ്റെ കാര്യങ്ങളിലായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നമുക്ക് നടത്തിയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച്, നമ്മുടെ തനത് ഫണ്ട് ഉപയോഗിച്ച്, അതുപോലെ തന്നെ മറ്റുള്ള ഗവൺമെൻറ് തലത്തിലുള്ള ഫണ്ടുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ അത് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും നല്ലവരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇതുമായിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതെല്ലാം അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെയ്ത കാര്യങ്ങൾ, അതൊക്കെ പറയാനുള്ള സമയം നമുക്ക് അധികരിപ്പിച്ചു പോകും. അതുകൊണ്ട് ഒന്നും കൂടുതൽ പറയുന്നില്ല. ഏതായാലും നമുക്ക് എന്താ പറയുക, ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ജനങ്ങളെ സേവിക്കാനും അവരുടെ കാര്യങ്ങളിൽ ഏർപ്പെടുവാനും അവരുടെ കാര്യങ്ങൾ കൃത്യമായി നടത്തുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് ഞാൻ ഇവിടെ ചോദിക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത്രയും കാലം എൻ്റെ കൂടെ നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് എനിക്ക് താങ്ങും തണലായി നിന്ന ഒരുപാട് ആളുകളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരോടൊക്കെ നന്ദി പറയുകയാണ്.